വളരെ കൗതുകകരമായിട്ട് വളരെ സ്പെഷ്യലായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ കണ്ടൊരു കാര്യം നിങ്ങളായിട്ട് പങ്കുവെക്കാം. ശരിക്കും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത, പ്രത്യേകിച്ച് ഒരു പാപപ്രലോഭനം, വല്ലാത്ത അസ്വസ്ഥതകളിലൂടെയൊക്കെ കടന്നു പോവുകയാണെങ്കിൽ പിശാച് ഞെട്ടി വിറയ്ക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഫൗസ്റ്റീനാമ്മ പറയാണ്. ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ 1338 പാരഗ്രാഫിൽ ഫൗസ്റ്റീനാമ്മ ഇങ്ങനെ ഒരു സ്വരം കേൾക്കുകയാണ്. പിശാച് കടന്ന് അലറി വിളിക്കുകയാണ്. എങ്ങനെയാണ് പറയുക? അവളെല്ലാം എഴുതുന്നു, ദൈവത്തിന്റെ നന്മയെക്കുറിച്ച് ഇനി എഴുതരുത്, ഇനി പറയരുത്, ഞങ്ങൾക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാകുന്നു, ഞങ്ങൾക്ക് വലിയ നഷ്ടം വരുന്നു എന്നൊക്കെ പറഞ്ഞ് പിശാച് അലറി വിളിച്ച് ഓടി അകന്നു. ശരിക്കും നമുക്ക് എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ടാവുന്ന എന്തോലെ പ്രലോഭനങ്ങളാ, തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത, വീണ്ടും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ വീണ് പോകാനുള്ള സാധ്യത. പേടിച്ച് നിൽക്കരുത്, അവനെ തിരിച്ച് പേടിപ്പിച്ചോണം. എങ്ങനെ പേടിപ്പിക്കണം എന്ന് ഫൗസ്റ്റീനാമ്മയിലൂടെ ഈശോ നമ്മളോട് പറഞ്ഞു തരികയാണ്. പിശാച് പേടിച്ചത് ഇങ്ങനെയാണ്. അവൾ ദൈവത്തിന്റെ നന്മയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാര്യം ഇങ്ങനെ കാണുന്നുണ്ട്. 1337 പാരഗ്രാഫ് രണ്ടും കൂടെ വായിക്കണം കേട്ടോ. 37, 38 വായിക്കണം. 1337 പാരഗ്രാഫിൽ ആ പോയിന്റിൽ ഫൗസ്റ്റീനാമ്മ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് അറിയോ? ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് ഈശോയുടെ തിരുമുറിവുകളെ കുറിച്ച്, 5 മുറിവുകളെ കുറിച്ച് ഫൗസ്റ്റീനാമ്മ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഫൗസ്റ്റീനാമ്മ എഴുതി വെക്കാണ്, ഞാൻ അങ്ങനെ ധ്യാനിക്കുമ്പോൾ വല്ലാത്തൊരു സ്വർഗീയ അനുഭവം എന്നിലേക്ക് നിറയാണ്. സ്വർഗത്തിൽ എത്തിയതുപോലെ, സ്വർഗത്തിന്റെ ഒരു മുന്നാസ്വാദനം പോലെ എനിക്ക് കിട്ടാണ്. ഒപ്പം തന്നെ എൻ്റെ ആത്മാവിൽ ചിന്തിക്കാൻ പറ്റാത്ത വലിയൊരു ശക്തി നിറയാണ്. നമ്മുടെ കർത്താവിന്റെ വലിയൊരു കൃപ ഈ സമയത്ത് എല്ലാ കുടുംബങ്ങളിലും കടന്നു വരാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഈശോയുടെ ശക്തി കൊണ്ട് കുടുംബങ്ങൾ നിറയണം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ കുടുംബം ഈ സമയത്ത് അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാവും.